നമസ്കാരം, റിയൽ ന്യൂസ്. ഉണ്ണികുളം വള്ളിയോത്ത് വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. വള്ളിയോത്ത് AMLP സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ 1000-ഓളം പേർ പങ്കെടുത്തു. ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖരും സംഗമത്തിന്റെ ഭാഗമായി. ഉണ്ണികുളം വള്ളിയോത്ത് വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. വള്ളിയോത്ത് AMLP സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ 1000-ഓളം പേർ പങ്കെടുത്തു. ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖരും സംഗമത്തിന്റെ ഭാഗമായി. സാമൂഹിക ഐക്യത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും ഉജ്ജ്വല മാതൃകയായാണ് വള്ളിയോത്ത് വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മെഗാ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. കക്ഷി രാഷ്ട്രീയ മതഭേദമന്യേ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന 1000-ഓളം പേർ ഇഫ്താർ സംഗമത്തിന്റെ ഭാഗമായി മാറി. വള്ളിയോത്ത് AMLP സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ വിപുലമായ വിരുന്നാണ് സംഘാടകർ ഒരുക്കിയത്. സഹകരിച്ചവർക്ക് വാട്സപ്പ് കൂട്ടായ്മ ചെയർമാൻ സിഹാദ് ചെരിയങ്ങൽ, കൺവീനർ മുനീർ ചാനൽ 1 എന്നിവർ നന്ദി അറിയിച്ചു. വള്ളിയോത്ത് വാട്സപ്പ് ഗ്രൂപ്പ് 2018 വള്ളിയോത്ത് ഒരു പൊതു കൂട്ടായ്മ വേണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു കൂട്ടം ചെറുപ്പക്കാരതിന് തുടക്കം വെച്ചുകൊണ്ട് 2018 ആരംഭിക്കുകയും ഇപ്പം 600-ലധികം ആളുകളുള്ള വാട്സപ്പ് ഗ്രൂപ്പാണ്. ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലും തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ രോഗികൾക്ക് ഉപകാരമാകുന്ന രീതിയിൽ പല പ്രവർത്തനങ്ങളും നടത്തി. അതേപോലെ ഓണാഘോഷങ്ങൾ, ഇഫ്താർ മീറ്റുകളെല്ലാം സംഘടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ 3ാമത്തെ തവണയാണ് ഈ ഇഫ്താർ മീറ്റ് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയൊക്കെ 1000-ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത്തവണയും ഏകദേശം 1000-ഓളം ആളുകളെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് വാട്സപ്പ് കൂട്ടായ്മ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തന്നെ ഈ കൂട്ടായ്മയുടെ കീഴിലായിട്ട് ഇപ്പോൾ 3 വർഷത്തോളമായിട്ട് ഒരു വായനശാല, ലൈബ്രറി എല്ലാം പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഏതായാലും പുതിയ ഈ കൂട്ടായ്മയുടെ ഭാഗമായി തന്നെ പുതിയ ക്ലബ്ബ് രൂപീകരിക്കുകയും ആ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് തന്നെ ഈ കൂട്ടായ്മ മുമ്പോട്ട് പോകണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK അബ്ദുള്ള മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് K സഫിയ ടീച്ചർ, വാർഡ് മെമ്പർമാരായ റഷീദ് കൊല്ലരുകണ്ടി, MK നിജിൽ രാജ്, ജില്ലാ പഞ്ചായത്ത് അംഗം PK ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അസ്ലം കുന്നുമൽ, ഷബ്ന ടീച്ചർ ആറങ്ങാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. കൂട്ടായ്മ ട്രഷറർ PC റിയാസ്, രക്ഷാധികാരികളായ T മുഹമ്മദ് മാസ്റ്റർ, KVA ലത്തീഫ്, PC സതീന്ദ്രൻ, AP രാമചന്ദ്രൻ, കൂട്ടായ്മ വളണ്ടിയർമാർ തുടങ്ങിയവർ സംഗമത്തിന് നേതൃത്വം നൽകി. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2018 ഒരു കൂട്ടായ്മ, ഈ നാടിൻ്റെ കൂട്ടായ്മ, ഒരു വാട്സപ്പ് കൂട്ടായ്മയിലുപരി ഇതിന് പ്രത്യേകം വിവിധ റോളുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ്. സാംസ്കാരിക മേഖലയിൽ, അതേപോലെ കലാപരമായ കൂട്ടായ്മ, വിദ്യാഭ്യാസ മേഖല, അതേപോലെ ചാരിറ്റി സംഘടനയായി ചില സമയത്ത് പ്രവർത്തിക്കുന്നു. അങ്ങനെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയിലുപരി ഒരു നാടിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ഈ കൂട്ടായ്മയിലുണ്ട്. സാംസ്കാരിക മേഖലയിൽ ഇതിൻ്റെ കീഴിലൊരു വായനശാല നടക്കുന്നുണ്ട്. അതേപോലെ വിവിധ സ്പോർട്സ് പരിപാടികൾ നടത്തിക്കൊണ്ട് ഒരു സ്പോർട്സ് ക്ലബിൻ്റെ ധർമ്മം ഈ വാട്സപ്പ് കൂട്ടായ്മ നടത്തുന്നു. അതേപോലെ മറ്റ് വിദ്യാഭ്യാസ മേഖലയിൽ റിപ്പബ്ലിക് ഡേയിൽ, സ്വാതന്ത്ര്യ ദിവസങ്ങളിലൊക്കെ പ്രത്യേകം പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് അങ്ങനെ എല്ലാ തലത്തിലും ഒരു വാട്സപ്പ് കൂട്ടായ്മ എന്നതിലുപരി നാട്ടിൻ്റെ പൊതുപ്രവർത്തനങ്ങളിൽ ഈ ഒരു കൂട്ടായ്മ ഉണ്ട്. ഇതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യാണ് ഇത് പ്രവർത്തിക്കുന്ന. ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടില്ല. എല്ലാ രാഷ്ട്രീയത്തിലുള്ള ആളുകളും ഇവിടെ ഇതിലുണ്ട്. ഇവിടെയാണെങ്കിൽ ഈ ഇഫ്താർ മീറ്റ് സംബന്ധിച്ചോളം എല്ലാ വിഭാഗം ആളുകളും, ഈ നാട്ടിലെ സജീവമായിട്ടുള്ള എല്ലാ ആളുകളെയും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകളെയും കൂടെ ഉൾപ്പെടുത്തി നടത്താനായിരുന്നു ഉദ്ദേശം. പക്ഷേ ഞങ്ങളുടെ സാഹചര്യം അത് ഇത്രയും ആളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഇതിൽ ഒതുക്കിയിരിക്കുകയാണ്. KP സിറാജ്, ഷഫീഖ് ബൈത്തി, റഷീദ് KK, മുജീബ് T, ഷമീർ കുഞ്ഞായ്ക്കൽ, ഫഹദ് VP, അഷ്റഫ് മാണിക്കോത്ത്, ഫാസിൽ KV, ഫാരിസ് KV, ഷൗക്കത്ത് PC, ഇക്ബാൽ TK, ആരിഫ് TK, നിസാർ KP, സിറാജ് മടപ്പാട്ടിൽ, ഷമീർ P, അബ്ബാസ് വീര്യമ്പ്രം, സുരേഷ് കുമാർ, ഷംസീർ NK, മനീഷ് ഒതയോത്ത്,
ഉണ്ണി മാളൂർ, പുഷ്പൻ, മാധവൻ PC, ബബിനേഷ് EP, KV മൂസ തുടങ്ങിയവർ വളണ്ടിയർ ലീഡേഴ്സായി പ്രവർത്തിച്ചു. റിയൽ ന്യൂസ് ബാലുശ്ശേരി.